മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്ക്. മഹാരാഷ്ട്ര ജൽഗാവിലെ ട്രെയിൻ അപകടത്തിൽ മരണം 13ആയി. അപകടത്തിൽ റെയിൽവേയുടെയും പോലീസിന്റെയും അന്വേഷണം തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ഇപ്പോൾ മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രി വരെ 11 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരുന്നത്. പിന്നീട് 2 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ആകെ മരണസംഖ്യ 13 ആവുന്നു. 4 പേർ ഇപ്പോൾ പരിക്കുകളോടെ ചികിത്സയിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. റെയിൽവേയും പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. റെയിൽവേ ഇന്നലെ തന്നെ പ്രാഥമികമായ ഒരു അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അതിൽ റെയിൽവേക്ക് ബോധ്യപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഈ അഭ്യൂഹം പറഞ്ഞതുപോലെ ഒരു തീപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല. വീലിന്റെ ഭാഗത്ത് സാധാരണ കാണുന്ന തരത്തിൽ ചെറിയ തീപ്പൊരിയോ മറ്റോ കണ്ടതായിരിക്കാം ഈ തരത്തിൽ ഒരു അഭ്യൂഹം പടരാൻ കാരണമായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാകുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വിദഗ്ധരെ എത്തിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കും. ഇന്നലെ ഈ അപകടത്തിന് പിന്നാലെ ഈ ആളുകൾ സഞ്ചരിച്ച പുഷ്പ എക്സ്പ്രസ് പിന്നീട് തുടർന്നുള്ള യാത്ര മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷമായിരിക്കും അത്തരം പരിശോധനകളൊക്കെ തന്നെ നടക്കുകയും ചെയ്യുക. ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ 5 ലക്ഷം രൂപ ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.